ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹി ഗംഗയോട് ചോദിക്കും, മന്ത്രവാദിയെ കൊണ്ടുവരണം എന്ന് തന്നെയാണോ നീയും മാളവും പറയുന്നത്? ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാൽ പോരെ? അപ്പം മാള് പറയും, അത് വേണ്ട, മന്ത്രവാദിയെ കൊണ്ടുവന്ന് പൂജ നടത്തിയാൽ മതി. ഗംഗയ്ക്ക് അന്ന് വയ്യാതെ വന്നു എന്ന് പറഞ്ഞ് അവർ മന്ത്രവാദിയെ കൊണ്ടുവന്ന് തല്ലിച്ചില്ലേ, അപ്പോൾ അത് തന്നെ ശ്രേയയ്ക്കും മതി. അത് കേൾക്കുമ്പോൾ മഹി പറയും, അതുകൊണ്ടല്ല മോളെ, ഈ മന്ത്രവാദവും പൂജയും കൊണ്ടൊന്നും അസുഖം മാറില്ല. അവർ കാണിക്കുന്ന വിവരക്കേട് നമ്മൾ കാണിക്കണോ? അപ്പൊ ഗംഗ പറയും, എനിക്കും മാളുവിന്റെ അഭിപ്രായം തന്നെ മഹിയേട്ടാ. ഇവിടെ ഓരോ കാര്യങ്ങളിലും തീരുമാനം എടുക്കുന്നത് പൂജയിലൂടെയും വഴിപാടുകളിലൂടെയും ഒക്കെ അല്ലേ. ശ്രേയച്ചിയുടെ ഇപ്പോഴത്തെ ഈ അസുഖം ഒരു ഡോക്ടർ വിചാരിച്ചാൽ മാറുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ മഹി പറയും, നിങ്ങളുടെ മനസ്സിൽ എന്തോ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നും ഇല്ല മഹിയേട്ടാ, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെയൊക്കെ നന്മയ്ക്കാണ്. അതെനിക്കറിയാം ഗംഗേ. അപ്പൊ മാള് പറയും, എൻ്റെ അമ്മ ഒരിക്കലും ശ്രേയയുടെ ശരീരത്തിൽ കയറില്ല. എൻ്റെ അമ്മയ്ക്ക് ശ്രേയ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമില്ലാത്തവരെയും എന്നെ സ്നേഹിക്കാത്തവരെയും അമ്മ ഇഷ്ടപ്പെടില്ല, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ എങ്ങനെ അമ്മ ശ്രേയയുടെ ശരീരത്തിൽ കയറും? അതാണ് ഞാൻ പറഞ്ഞത്, ശ്രേയ ചെയ്യുന്നത് മുഴുവൻ കള്ളമാണെന്ന്. അത് പൊളിക്കാൻ പൂജ തന്നെയാണ് വേണ്ടത്. അപ്പൊ മഹി ചോദിക്കും, ശ്രേയെ തല്ലുകൊള്ളിക്കാനുള്ള പ്ലാനാണോ രണ്ടാളുടെയും? അപ്പൊ ഗംഗ പറയും, ആരെയും ഉപദ്രവിക്കാനൊന്നും അല്ല മഹിയേട്ടാ, പക്ഷേ ഇനിയും ഈ അഭിനയം അനുവദിച്ചു കൊടുത്താൽ ശരിയാവില്ല. അതാണ് ഞാൻ ഇതിനെ അനുകൂലിക്കുന്നത്. അപ്പൊ മാള് ചോദിക്കും, ശ്രേയയ്ക്ക് നല്ല തല്ലുകൊള്ളുന്നതിൽ അച്ഛന് സങ്കടമുണ്ടോ? ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് അച്ഛൻ തടയുന്നത്? അപ്പൊ മഹി പറയും, എനിക്ക് ഒരു സങ്കടവും ഇല്ല. തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് ഗൗരിയുടെ പേരിൽ ഒരു നാടകം. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം പോലെ പൂജ നടക്കട്ടെ. ഈ കാര്യം ഞാൻ തന്നെ എല്ലാവരെയും പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഇത് കേൾക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാവാണ് കേട്ടോ. അപ്പൊ മാള് പറയും, അത് മതി അച്ഛാ, നല്ല അച്ഛൻ. ഞാൻ പറഞ്ഞില്ലേ ഗംഗേ, ഞാൻ പറഞ്ഞാൽ എൻ്റെ അച്ഛൻ അനുസരിക്കുമെന്ന്. എൻ്റെ മോള് പറഞ്ഞാൽ അച്ഛൻ കേൾക്കാതിരിക്കുവോ? പിന്നെ കാണിക്കുന്നത് തിരുമേനിയുടെ സഹായി പൂജയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് കൈലാസത്തിലേക്ക് വരുന്നതാണ്. അത് കണ്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് കേട്ടോ ദേവയാനിയും ശ്രേയയും ഹേമാവതിയും. അപ്പോൾ ദേവയാനി ഗംഗയോട് ചോദിക്കും, എന്താ ഇതൊക്കെ? അപ്പോൾ ഗംഗ പറയും, ഇതൊക്കെ പൂജയ്ക്കുള്ള സാധനങ്ങളാണ്. അപ്പോൾ ശ്രേയ ചോദിക്കും, എന്ത് പൂജ? അപ്പോൾ ഗംഗ പറയും, ശ്രേയച്ചിയുടെ ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഗൗരി ചേച്ചിയുടെ ആത്മാവ് വന്നു പോകുന്നില്ലേ, അത് ഒഴിപ്പിക്കാനുള്ള പൂജ നടത്താനുള്ള സാധനങ്ങളാണിത്. അപ്പോൾ ഹേമാവതി ചോദിക്കും, ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനൊരു പൂജ നടത്തുന്നത്? ഇതൊന്നും ഇവിടെ വേണ്ട, ഇവിടെ ഇതൊന്നും പറ്റില്ല. അതെന്താ, ശ്രേയച്ചിയുടെ അസുഖം മാറണ്ട എന്നാണോ ആൻറ്റി പറയുന്നത്? അപ്പോൾ ഹേമാവതി പറയും, അതിന് ഇവളുടെ ദേഹത്ത് വന്ന് പോകുന്നതേ വേറെ ആരും അല്ലല്ലോ, ഗൗരി അല്ലേ. അത് സാരമില്ല എന്ന് കരുതിയാൽ മതി. നിന്നെ മഹി കല്യാണം കഴിച്ചത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഗൗരി ഇവളുടെ ദേഹത്ത് കയറുന്നത്. അതിനെ പൂജയും മന്ത്രവാദവും നടത്തി ഗൗരിയെ ഒഴിപ്പിക്കുകയൊന്നും വേണ്ട, നീ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി. അപ്പോഴാണ് മഹി അവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ദേവയാനി മഹിയോട് ചോദിക്കും, എന്തൊക്കെയും മഹി ഇവിടെ നടക്കുന്നത്? ഇന്നിവിടെ എന്തോ പൂജ ഉണ്ടെന്ന് ഗംഗ പറഞ്ഞല്ലോ, എന്തിനാണ് ഈ പൂജയും മന്ത്രവാദവും ഒക്കെ? അപ്പോൾ മഹി പറയും, ശ്രേയയ്ക്ക് ബാധ കയറിയെന്ന് പറഞ്ഞ് അവൾ എൻ്റെ ബെഡ്റൂമിൽ വന്ന് കിടക്കുന്നതും ഗൗരിയുടെ സാരി എടുത്ത് നടക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? അത് അവസാനിപ്പിക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ. അതിനു പറ്റിയ ഏറ്റവും നല്ലൊരു ആളെയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്, പടിഞ്ഞാട്ടില്ലത്തെ നാരായണ ഭട്ടത്തിരിപ്പാട്. ഇത് കേട്ടതും ശ്രേയ ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിക്കും, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ മോനെ? ഉണ്ട്, ശ്രേയ കാരണം ബുദ്ധിമുട്ടുന്നതേ ഈ ഞാനാണ്. ഇത് അവസാനിപ്പിക്കണം, ഇത് എൻ്റെ തീരുമാനമാണ്. രാത്രി തന്നെ പൂജ നടക്കണം, നടന്നേ പറ്റൂ. ഇത് കേട്ടതും ശ്രേയ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. പുറകെ തന്നെ ദേവയാനിയും ഹേമാവതിയും പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് റൂമിൽ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ശ്രേയയാണ് കേട്ടോ. അത് കൊണ്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് ദേവയാനിയും ഹേമാവതിയും. അപ്പോൾ ശ്രേയ ഹേമാവതിയോട് പറയും, ഇത് നടക്കില്ലാമേ, ഇതിന് ഞാൻ നിന്നു തരില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ മോളെ? പിന്നെ തല്ലുകൊള്ളാൻ ഞാൻ നിന്നു കൊടുക്കണം എന്നാണ് അമ്മ പറയുന്നത്. പക്ഷേ നീ ഇതിന് തയ്യാറായില്ലെങ്കിൽ ഇതുവരെ ചെയ്തു കൂട്ടിയതൊക്കെ വെറുതെ ആവും. അതുകൊണ്ട് എന്നെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞ് ഞാൻ പോണോ? ആൻറ്റി ഒന്ന് മഹിയേട്ടനോട് പറ. ആൻറ്റി പറഞ്ഞാൽ മഹിയേട്ടൻ ഈ പൂജയിൽ നിന്ന് പിന്മാറും. അപ്പോൾ ദേവയാനി പറയും, അതൊന്നും നടക്കില്ല ശ്രേയെ, മഹി ഒരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് പിന്മാറില്ല. അപ്പോൾ ശ്രേയ പറയും, എന്തൊരു കഷ്ടമായത്, മഹിയേട്ടന് ഈ ഭൂതത്തിലും പ്രേതത്തിലൊന്നും വിശ്വാസം ഇല്ലാത്തതാണല്ലോ, ഇപ്പോൾ ഇത് എന്തു പറ്റി? അപ്പോൾ ഹേമാവതി പറയും, ഇത് നിന്നെ പരീക്ഷിക്കാനുള്ളൊരു പണി തന്നെയാണ്, അതിൽ നീ തോറ്റു പോകരുത്. നിന്റെ ശരീരത്തിൽ ഗൗരി ഉണ്ടെന്ന് മഹി വിശ്വസിക്കണം. അത് വിശ്വസിപ്പിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കും. എങ്ങനെ സാധിക്കുമേ? അല്ലെങ്കിൽ തന്നെ ആ മന്ത്രവാദി വന്ന് എന്ത് ചെയ്യാനാണ്? ഇല്ലാത്ത പ്രേതത്തെ അയാൾ എങ്ങനെ ഒഴിപ്പിക്കും? അപ്പോൾ ദേവയാനി ചോദിക്കും, ഇതുവരെ നീ എങ്ങനെയാണ് എല്ലാവരും വിശ്വസിപ്പിച്ചത്? അതുപോലെ തന്നെ നിന്നെ കൊണ്ട് ഈസിയായി സാധിക്കുന്ന കാര്യം അത്, നീ ഒന്ന് അഭിനയിക്കേ. അപ്പോൾ ശ്രേയ പറയും, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ ശരീരം നിന്നുള്ള ഒരു പരിപാടിക്കും ഞാനില്ല. ആ മന്ത്രവാദി എന്നെ തല്ലാൻ വന്നാലുണ്ടല്ലോ, അയാളുടെ കഥ ഞാൻ കഴിക്കും.
അപ്പോൾ ദേവയാനി പറയും അത് തന്നെ വേണ്ടത്. നിന്റെ പ്രകടനത്തിൽ പേടിച്ച് മന്ത്രവാദി ഇറങ്ങി ഓടണം. അങ്ങനെ സംഭവിച്ചാൽ അതോടെ മഹിക്ക് നിന്നെ പരിപൂർണ വിശ്വാസാവും. ഇത്രമാത്രം ആലോചിക്കാൻ ഒന്നുമില്ല. നീ ഇത് കലക്കും. നീ മണിച്ചിത്രത്താഴെ സിനിമ കണ്ടിട്ടില്ലേ? അത്രയൊക്കെ തന്നെയുള്ളൂ ഇതും. അവസരം കിട്ടിയാൽ ആ ഗംഗയ്ക്കും 2 കൊടുത്തോ. അപ്പോൾ ശ്രേയ പറയും ശരി, ഇനി ഞാൻ തോറ്റു പിന്മാറില്ല. എന്നെ ഉപദ്രവിക്കാൻ വരുന്നത് ഏത് മന്ത്രവാദി ആണെങ്കിലും പറപ്പിക്കും ഞാൻ. അപ്പോൾ ദേവയാനി പറയും ഈ വിശ്വാസവും ആത്മധൈര്യവുമാണ് വേണ്ടത്. തോൽവി സമ്മതിക്കാൻ എളുപ്പമാണ്, തോൽക്കാതിരിക്കാനാണ് ബുദ്ധിമുട്ട്. എനിക്ക് ഉറപ്പാണ് നിനക്ക് വിജയിക്കാൻ പറ്റും. അപ്പോൾ ഹേമാവതി പറയും എൻ്റെ മോൾ ആരാണെന്ന് ഇന്ന് എല്ലാവരും അറിയണം. മന്ത്രവാദിയെ കൊണ്ടുവന്ന മഹി പോലും വിറയ്ക്കണം. അപ്പോൾ ശ്രേയ പറയും ഈ ശ്രേയ എന്താണെന്ന് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഗൗരി കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൗരി പറയും നിനക്കുള്ള പണി ഞാൻ തരാം. നിനക്ക് മഹിയേടനെ പറ്റിക്കണല്ലേ, റെഡിയാക്കി തരാം. പിന്നെ കാണിക്കുന്നത് പൂജ ചെയ്യാൻ തിരുമേനി കൈലാസത്തിൽ വരുന്നതാണ്. എന്നിട്ട് തിരുമേനി ഗംഗയോട് പറയും നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഗംഗേ. ഈ പൂജ ആ കുട്ടിയെ ഒരു പാഠം പഠിപ്പിക്കാൻ ചെയ്യുന്ന പൂജയാണ്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. എങ്കിലും ഉദ്ദേശശുദ്ധി നല്ലതായതുകൊണ്ടും തിന്മയെ ഇല്ലാതാക്കാനായതുകൊണ്ടുമാണ് ഞാൻ ഇതിന് കൂട്ടു നിൽക്കുന്നത്. അപ്പോഴാണ് ഹേമാവതി അവിടേക്ക് വരുന്നത്. തിരുമേനിയും ഗംഗയും തമ്മിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ അവരെന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ ഹേമാവതി മറിഞ്ഞു നോക്കുകയാണ് കേട്ടോ. അപ്പോൾ തിരുമേനി ഗംഗയോട് പറയും ഗംഗ സർപ്പക്കാവിൽ പോകണം. ഇവിടെ പൂജ തുടങ്ങുന്ന സമയത്ത് ഗംഗ അവിടെ വിളക്ക് വെക്കണം. ഈ പൂജ കൊണ്ട് ദോഷങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ഗംഗ പറയും ഞാൻ അങ്ങനെ ചെയ്തോളാം തിരുമേനി. എന്നിട്ട് പൂജ ചെയ്യേണ്ട സ്ഥലത്തേക്ക് ഗംഗ തിരുമേനിയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഗംഗ ഒറ്റയ്ക്ക് സർപ്പക്കാവിൽ വിളക്ക് വെക്കാൻ പോകുന്ന കാര്യം മനസ്സിലാക്കിയ ഹേമാവതി ആ വിവരം ശ്രേയയോടും ദേവയാനോടും പോയിട്ട് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ശ്രേയയ്ക്ക് വലിയ സന്തോഷമാവാണ്. അപ്പോൾ ശ്രേയ പറയും ഈ അവസരം നമുക്ക് വിനിയോഗിക്കണം. നീ എന്താ ഉദ്ദേശിക്കുന്ന മോളെ? അപ്പോൾ ശ്രേയ പറയും ഗംഗയെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ അവസരം നോക്കിയിരിക്കണം നഗൽ. അവനൊരു സൂചന കൊടുത്താൽ മതി, ബാക്കി കാര്യം അവൻ നോക്കിക്കോളും. അപ്പോൾ ഹേമാവതി പറയും അത് ശരിയാണ്. ആ ശല്യത്തെ ഒഴിവാക്കാൻ ഈശ്വരൻ കാണിച്ചു തന്ന ഒരു വഴിയായിരിക്കും ഇത്. അപ്പോൾ ദേവയാനി പറയും ഈ കൈലാസത്തിന് യോജിക്കാത്ത മരുമകളെ ഇവിടെ ആവശ്യമില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അവളെ ഒഴിവാക്കണം. അപ്പോൾ ശ്രേയ പറയും എങ്കിൽ ഞാൻ നകുലിനെ വിവരം അറിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് നകുലിനെ വിളിക്കുകയാണ്. എന്നിട്ട് നകുലിനോട് പറയും നകുലിന് സന്തോഷം തരുന്ന ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. നിനക്ക് വേണ്ടത് ഗംഗയല്ലേ? അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ഒരു ചാൻസ് വന്നിട്ടുണ്ട്. ഇവിടെ ഇന്നൊരു പൂജ നടക്കുന്നുണ്ട്. അതിനു മുമ്പ് ഗംഗ സർപ്പക്കാവിൽ വിളക്ക് വെക്കാൻ തനിച്ചു പോകും. ആ അവസരം നിനക്കുള്ളതാണ്. സത്യമാണ് നീ പറയുന്നത് ശ്രേയെ, വീണ്ടും മടി തരരുത്. അപ്പോൾ ശ്രേയ പറയും എനിക്ക് ഗംഗയോടുള്ള പക നകുലിന് അറിയില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു സംശയം? അപ്പോൾ നകുൽ പറയും ശരി, ഞാനും എൻ്റെ ആളുകളും ആ പരിസരത്ത് തന്നെ ഉണ്ടാകും. ഗംഗയെ ഇന്ന് തന്നെ അവിടെ നിന്ന് ഞാൻ കടത്തും. അത് മതി, ആ ശല്യം ഇവിടെ നിന്ന് പോയിട്ട് വേണം എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ. അപ്പോൾ നകുൽ പറയും എങ്കിൽ ഇന്നു മുതൽ നിനക്ക് സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരിക്കും എന്ന് പറഞ്ഞിട്ട് നകുൽ ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ ശ്രേയ ഹേമാവതിയോട് പറയും ഇന്നത്തോടെ ആ നാശത്തിൻ്റെ ശല്യം ഈ കൈലാസത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അവസാനിക്കും. അപ്പോൾ ദേവയാനി പറയും ഗംഗ എന്ന പൊതുശത്രു അങ്ങനെ നമുക്കിടയിൽ നിന്ന് അവസാനിക്കുന്നു അല്ലേ? അതേ നാത്തൂനെ, മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം. അപ്പോൾ ശ്രേയ പറയും അവൾ സർപ്പക്കാവിൽ പോയി വന്നിട്ടല്ലേ പൂജ നടക്കൂ, അതെനിക്കൊന്ന് കാണണം. അതേസമയം പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യുകയാണ് തിരുമേനി. നകുലാണെങ്കിൽ ബോസിനെ ഫോൺ വിളിച്ചിട്ട് പറയും ഞാൻ തന്ന വാക്ക് ഇന്ന് പാലിക്കും ബോസ്. ഇത്തവണ ഗംഗ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. അപ്പോൾ ബോസ് പറയും ഇത് ഞാൻ പലതവണ കേട്ടിട്ടുള്ളതാണ്. അവളെ പൊക്കാനേ എനിക്ക് അറിയാത്തത് കൊണ്ടൊന്നല്ല, നീ വാക്കു പാലിക്കുമെന്ന് കരുതിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നകുൽ പറയും ഇത്തവണ അബദ്ധം പറ്റില്ല. ഇത്തവണ ഒരു വെറൈറ്റി ടീമാണ് എൻ്റെ കൂടെയുള്ളത്. ഇവരുടെ കയ്യിൽ നിന്ന് ഗംഗയ്ക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ ബോസ് പറയും എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി ഗംഗ എനിക്ക് വേണം. ഇനി അത് പറയാൻ മാത്രം നീ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ബോസ് ഫോൺ കട്ട് ചെയ്യാണ്. നകുലാണെങ്കിൽ ഗംഗ വരുന്നതും കാത്ത് എല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.